ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു മാച്ച ചോക്ലേറ്റ് ഡ്രിങ്ക് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് മാച്ച എടുക്കുകയാണ്. മാച്ച ഇച്ചിരി എടുത്താൽ മതി. ഇച്ചിരി എടുത്തിട്ട് ഇതിനകത്തിടുക. എന്നിട്ട് ഇച്ചിരി ഫേസ് ചോക്ലേറ്റും ഇച്ചിരി ഇട്ടാൽ മതി. ഇച്ചിരി കൂടി നമ്മൾ ഇച്ചിരി പാലൊഴിക്കണം. ഇച്ചിരി പാലൊഴിക്കണം. എന്നിട്ട് വേണം ഇളക്കാൻ. കാര്യം മാച്ചാടെ ഇതില്ല ഞങ്ങളുടെ. അത് ഞങ്ങളുടെ പോയി ബ്രോക്കണായി. മറ്റേ മാച്ച സ്റ്റിക്ക്, ആ ബാമ്പൂടെ ആ സാധനം ഞങ്ങളുടെ പോയി. അപ്പോൾ നന്നായി ഇളക്കണം. നന്നായി ഒരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 2 മിനിറ്റ്സ് മതിയാവും. ശരിക്കും നന്നായി ഇതായിക്കോളും. ഇപ്പോൾ എല്ലാം നന്നായി ആദ്യം ഇളക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് നട്ട്സ്. ആദ്യം നമ്മൾ ഇച്ചിരി ഉണക്കമുന്തിരി ഇടാൻ നിർത്തു. 3-4 ഇട്ടാൽ മതി. അതെ, അതിന് കുറച്ച് കാഷ്നട്ട് 2 ഓൾറെഡി തുറന്നു. 2 കാഷ്യൂ അത് പൊടിച്ചിട്ടണം. എന്നിട്ട് നമ്മൾ ഈ സീഡ്സ് ആൻഡ് നട്ട്സ് അതിൻ്റെ ക്രഞ്ച്, അത് നല്ലതാണ്. സീഡ്സ് ആൻഡ് നട്ട്സിലുള്ളത് പംകിൻ സീഡ്, കോക്കനട്ട് ഷെഡ്സ് ഉണ്ട്, പിന്നെ മറ്റേ ഹേസൽ നട്ട് ഉണ്ട്, ആൽമണ്ട് ഉണ്ട്, ആപ്രിക്കോട്ട് ഉണ്ട്. അങ്ങനെ എല്ലാ സീഡ്സും നട്ട്സും ഉണ്ട്. അതുകൊണ്ട് നല്ല ഹെൽത്തി സാധനമാണിത്, സീഡ്സ് ആൻഡ് നട്ട്സിൻ്റെ. നമുക്കത് പാക്കറ്റായിട്ട് തന്നെ മേടിക്കാൻ കിട്ടും. പിന്നെ എല്ലാം ഉള്ള മിക്സ്ഡ് സാധനമാണ്. വേറെ അതിനകത്ത് എക്സ്ട്രാ ഷുഗറൊന്നുമില്ല. എല്ലാം സീഡ്സ് ആൻഡ് നട്ട്സ് മാത്രമുള്ളത്. അത് നല്ല ഹെൽത്തിയാണ്. അതൊക്കെ ഇട്ടിട്ട് പാലും കൂടി ഒഴിച്ച്, നല്ല തണുത്ത പാലാണിത്. പാലൊഴിച്ച് കുഴപ്പമില്ല, ഓക്കെ. പാല് നന്നായിട്ട് ഒഴിച്ചിട്ട് മതി. എന്നിട്ട് എല്ലാം കൂടി ഇളക്കിയിട്ട് കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷെ നമ്മുടെ ഇന്ന് ഇച്ചിരി ചോക്ലേറ്റ് കൂടി പോയതുകൊണ്ട് ഇങ്ങനെ ഈ കളറായത്. അല്ലെങ്കിൽ കുറച്ചും കൂടി ഗ്രീനിഷ് ആയിരുന്നു. അങ്ങനെ നമുക്ക് ആദ്യം മച്ച നട്ട്സ് ഡ്രിങ്ക് ഉണ്ടാക്കി തന്നു. ഹെൽത്തി ഡ്രിങ്കാണ്. നമ്മുടെ മാച്ച ഡ്രിങ്ക് റെഡിയായി. പിന്നെ മാച്ച നമ്മൾ പിള്ളേർക്ക് കൊടുക്കാറില്ല, കഫീൻ ഉള്ളത് കൊണ്ട്. എൻ്റെ കൊച്ചുങ്ങൾക്ക് അങ്ങനെ കൊടുക്കാം, പ്രിഫറബിൾ അല്ല. ഇപ്പോൾ ഡിപ്പെൻസ്. ഞാൻ കൊടുക്കാറില്ല പിള്ളേർക്കൊന്നും.